ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളും മൾട്ടി അസറ്റ് ഫണ്ടുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പലപ്പോഴും ഈ രണ്ട് പേരുകളും സെയിം ആണ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, മൾട്ടി അസറ്റ് ഫണ്ടുകളും ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളും. പക്ഷേ അങ്ങനെയല്ല. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് കറക്റ്റായി തിരിച്ചറിയാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ആ സ്ട്രാറ്റജിയിൽ വ്യത്യാസമുണ്ട്. മൾട്ടി അസറ്റ് ഫണ്ടുകളെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസറ്റ് അലൊക്കേഷനാണ്. അപ്പോൾ സെബിയുടെ നിർദ്ദേശപ്രകാരം 10% ഈ 3 അസറ്റ് ക്ലാസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ 3 അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇക്വിറ്റി, ഡെപ്റ്റ് അല്ലെങ്കിൽ ഗോൾഡ്. അപ്പോൾ ഈ 3 അസറ്റ് ക്ലാസ്സിൽ 10% മൾട്ടി അസറ്റ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള മാൻഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇക്വിറ്റി സൈക്കിൾസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് സൈക്കിൾസിനെ ബേസ് ചെയ്തിട്ട് ഈ ഫണ്ട് അലൊക്കേഷൻ മാറ്റുക എന്നുള്ളതാണ്. വിത്തിൻ ഇക്വിറ്റി ചെറിയ രീതിയിലുള്ള സ്റ്റോക്ക് സെലക്ഷനും ഇതിൽ വരും. പക്ഷേ ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ മെയിൻലി ഇക്വിറ്റി ഫോക്കസ്ഡ് ഫണ്ടാണ്. 65% മുകളിൽ അല്ലെങ്കിൽ വളരെ കൂടുതൽ പെർസെൻറ്റേജ് എക്സ്പോഷർ ഇക്വിറ്റിക്കായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പിക്കിംഗ് ആണ്. ഒരു ആക്റ്റീവ് ഫണ്ട് മാനേജർ അക്രോസ് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ ബെറ്റർ എന്ന് തോന്നുന്ന സ്റ്റോക്സ് പിക്ക് ചെയ്തിട്ട് ആ സ്റ്റോക്സിൻ്റെ ഹയർ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റിട്ടേൺ വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഓവർ ലോങ് ടേം കൂടുതൽ റിട്ടേണിന് ചാൻസ് എന്ന് പറയുന്നത് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾക്കാണ്. പക്ഷേ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾക്ക് അതുപോലെ തന്നെ വോളറ്റിലിറ്റി ഓർ റിസ്ക് കൂടുതലായിരിക്കും മൾട്ടി അസറ്റ് ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. മൾട്ടി അസറ്റ് ഫണ്ടുകളുടെ റിസ്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു മോഡറേറ്റ് ടു ഹൈ ആയിരിക്കും. പക്ഷേ യൂഷ്വലി ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ കൂടുതൽ ഉതകുന്നത് കൂടുതൽ സമയം ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ കൂടുതലുള്ളവർക്കാണ്. ഒരു 10 വർഷത്തിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ ഉണ്ടെങ്കിലാണ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ ഏറ്റവും നന്നായിട്ട് ഉതകുക. ഒരു 4 മുതൽ 8 വർഷം വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ ഉള്ള ഫണ്ടുകൾ അല്ലെങ്കിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ മൾട്ടി അസറ്റ് ഫണ്ടുകൾ സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പം ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജിക്കലി ഉള്ള ഡിഫറൻസ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. താങ്ക്സ്.